ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസമായി കാണും ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. കാരണം എടുക്കാനും ടൈമില്ല, എഡിറ്റ് ചെയ്യാനും ടൈമില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്ന് എന്തായാലും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു ലോങ് വീഡിയോ ഇടാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നന്ദു. അങ്ങനെ ഈ വീഡിയോയിൽ പറയാൻ മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2-3 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എപ്പോഴെങ്കിലും നമ്മളിതൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കിതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ തന്നെ എടുക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കെട്ടിയൊരുങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു പോയി. പക്ഷേ മെട്രോൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ കാലിയായിട്ടാണ് കിടന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനും പേടിയുണ്ടായിരുന്നു. എന്തായാലും ഓക്കെ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. എന്തായാലും ആ ക്ലിപ്പ് അവിടെ കിടക്കട്ടെ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഞാനിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ഡ്രസ്സ് എന്ന് പറയണത് കേട്ടോ. അത് അത്ര വലിയ അടിപൊളി ഡ്രസ്സൊന്നുമല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോണ കാരണം കൊണ്ട് വലിയ രീതിയിൽ മേക്കപ്പ് ചെയ്യാനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റത്തെ ക്ലിപ്പിൽ ഞാൻ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് കേട്ടോ. അതുമാത്രമല്ല, എനിക്കിങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം അതിന് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പേഴ്സണലി എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷേ എന്തോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് തീരെ സംസാരിക്കാനേ പറ്റാറില്ല. അങ്ങനെ നമ്മൾ മെട്രോയിലൊക്കെ കയറി. ആദ്യമൊക്കെ ഇവിടെ വന്ന ടൈമിൽ മെട്രോയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ സാധാ ബസ്സിൽ പോണ പോലെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും മെട്രോ ഇല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ആദ്യം നമ്മൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചായ വെക്കുന്ന ചേട്ടന്മാരാണ് പറഞ്ഞത് ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റൊക്കെ കാലിയാക്കി എടുക്കുകയാണ്, അങ്ങോട്ട് പൊക്കളാൻ. അങ്ങനെ നമ്മൾ ബാഗും തൂക്കിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് 2-3 ബസ് മാറിയിട്ട് വേണം കേട്ടോ നമ്മളെ വീട്ടിലേക്ക് എത്താൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ക്ലിപ്സൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വ്ളോഗേ ഞാൻ സെറ്റാക്കിയിട്ടിരിക്കുന്നത്. തട്ടിക്കൂട്ടൊരു വ്ളോഗാണ് കേട്ടോ. എനിക്ക് കറക്റ്റ്ലി വ്ളോഗ് എങ്ങനെയാണ് എടുക്കുക, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തു കേട്ടോ. ഈ മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ബസ്സിൽ പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബസ്സിലുണ്ടാവുന്ന പാട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നു ഭയങ്കര വെയിലാണ് കേട്ടോ. നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത പാട്ടാണെന്നുണ്ടെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞ് കേൾക്കുമ്പോൾ ആ ഒരു പാട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ കുന്നംകുളം സ്റ്റാൻഡിലെത്തിയതിന് ശേഷം നമ്മൾ ദോശയും ബൂസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് കഴിക്കാറ്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. നമ്മളെ കാണുമ്പോഴേക്കും അവരവിടെ ദോശ ചുട്ട് തുടങ്ങും. അങ്ങനെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയ കാരണം കൊണ്ട് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ. ഏതോ സ്കൂളിലെ പിള്ളേരാ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടു. അവരെ കയ്യിൽ നിന്ന് 2 മിഠായും 2 ലഡും മേടിച്ചതിന് ശേഷം നേരെ വീട്ടിൽ വന്നിട്ട് മുട്ട കൂട്ടിയിട്ട് ചോറ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതും കഴിച്ചിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിട്ടോ. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ.